നിങ്ങൾക്ക് ബിരിയാണീൻ്റെ കഥ അറിയോ? ബിരിയാണി എങ്ങനെ ഉണ്ടായെന്നുള്ള കഥ. ബിരിയാണിക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇല്ല, 1-2 സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി മുഗൾ എംപയറുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഷാജഹാൻ്റെ വൈഫായ മുംതാസ് സോൾജേഴ്സിനെ വിസിറ്റ് ചെയ്തപ്പോൾ അവർ മാൽനറിഷ്ഡ് ആണെന്ന് മനസ്സിലാക്കി തൻ്റെ ഷെഫിനോട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോട്ട് മീൽ ഉണ്ടാക്കാൻ പറയും. അതായത് റൈസും മീറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ട് മീൽ ഉണ്ടാക്കാൻ പറയും. അങ്ങനെയാണ് ആദ്യമായിട്ട് ബിരിയാണീൻ്റെ ഫസ്റ്റ് ഫോം ഉണ്ടാവുന്നത് എന്ന് ഉള്ളതാണ് ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി. പക്ഷേ സൗത്ത് ഇന്ത്യൻ ഒറിജിനാണ് ബിരിയാണി എന്നുള്ള ഒരു സ്റ്റോറി കൂടി ഉണ്ട്. അതായത് ലോങ് ബാക്ക് ഈ മുഗൾ എംപയറൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ഡിഷ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. അത് റൈസും മീറ്റും മിക്സ് ചെയ്തൊരു ഡിഷ് അത് ഓൾറെഡി ഉണ്ടായിരുന്നു എന്നും സ്റ്റോറീസ് ഉണ്ട്. അതുപോലെ ഇതൊരു പേർഷ്യൻ ഒറിജിനാണ്. പേർഷ്യയിൽ നിന്നാണ് ഈ റൈസും മീറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി സംഭവം ആദ്യമായിട്ട് വന്നതെന്നുള്ളതും സ്റ്റോറി ഉണ്ട്. സോ ബേസിക്കലി എല്ലാ ഫുഡിനും ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആദ്യത്തെ ബിരിയാണി ഉണ്ടായത്. പിന്നെ ഇപ്പം എന്തൊക്കെയാണ് ലക്നവി, ഹൈദരാബാദി, തലശ്ശേരി, റാവുത്തർ, തലപ്പാക്കട്ടി, അങ്ങനെ പല ഫോമിലും പല രീതിയിലും ബിരിയാണീസ് അവൈലബിൾ. എന്തിനും എൻ്റെ ഉമ്മിക്ക് തന്നെ ഉണ്ട് സ്വന്തമായിട്ടൊരു ബിരിയാണി.